പീച്ചി വിലങ്ങനൂരിൽ താമസിക്കുന്ന പോരാട്ടം മധ്യമേഖലാ കൺവീനർ കെ കൃപയുടെ വീട്ടിലായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. കാട്ടിറച്ചിയും ചാരായവും സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധനയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കൃപ പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനെ സിവിൽ വേഷത്തിലായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നാൽ ഏറെ നേരം നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ സംഘം മടങ്ങിപ്പോയി. താമരവെള്ളച്ചാലിലെ മരംകൊള്ളയുടെ വിവരങ്ങൾ സഹിതം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതിന് പിന്നാലെ നടന്ന റെയ്ഡിൽ സംശയമുണ്ടെന്ന് കൃപ പറഞ്ഞു. ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിനെ തുടർന്ന് തനിക്ക് വധഭീഷണിയുണ്ടെന്നും കൃപ വ്യക്തമാക്കി. എന്നെ ചിലപ്പോ വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗുണ്ടകളെയോ മറ്റോ ഉപയോഗിച്ചിട്ടോ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവരെ സംബന്ധിച്ച് സ്വാധീനമുള്ള ആളുകളാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. തങ്ങളോട് വൈരാഗ്യമുള്ളവരുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി കൃപയുടെ അമ്മ ദേവകിയും വ്യക്തമാക്കി. നിങ്ങൾക്ക് വൈരാഗ്യക്കാരുണ്ട് എന്ന് പറഞ്ഞ ആള് അകത്ത് കയറി നോക്കട്ടെ ചോദിച്ചു. നോക്കിക്കോളാൻ പറഞ്ഞു. അവരിവിടെ വന്ന് നോക്കി. അത് കഴിഞ്ഞ് മോനെയും കൂട്ടി അപ്പുറത്ത് പോയി അവിടെ നോക്കി. അത് കഴിഞ്ഞ് ഇവിടെയും നോക്കി. തന്നെ ഉണ്ടായി. മരംകൊള്ളക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരുടെ പീഡനത്തിനെതിരെ എക്സൈസ്, ഫോറസ്റ്റ്, പോലീസ് വകുപ്പുകളിലെ ഉന്നതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃപ പറഞ്ഞു. റിപ്പോർട്ടർ, തൃശൂർ.